പ്രിയമുള്ളവരെ, നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വിശേഷാൽ പുഴുക്കാണ്, വാഴപ്പിണ്ടി കപ്പ പുഴുക്ക്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കപ്പ. പണ്ടുകാലത്ത് ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കപ്പ. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും കപ്പയുടെ ഗുണങ്ങളും നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് വളരെ ആരോഗ്യകരമായ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പുഴുക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാം കപ്പയാണ്. നമ്മൾ ഇന്ന് അളവൊന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും തന്നെ വാഴപ്പിണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ അളവ് കറക്റ്റായിട്ട് എടുക്കുന്നതിന്റെ കാര്യം നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്ത് നുറുക്കി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയുകയും ചെയ്യണം. നമ്മൾ കപ്പയൊന്ന് തൊലി പൊളിച്ച് നുറുക്കിയെടുക്കണം. നമ്മൾ കപ്പ പൊളിച്ച് നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിണ്ടിയുടെ പുറത്ത് പോള കളഞ്ഞെടുക്കണം. നമ്മൾ കപ്പയും പിണ്ടിയും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. 350 ഗ്രാം വീതം എടുത്തിരിക്കുന്നത്. പോള പൊളിച്ചു കഴിഞ്ഞ വാഴപ്പിണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിണ്ടിയുടെ നാരൊക്കെ നമ്മൾ നന്നായിട്ട് മാറ്റിക്കളയണം. നമ്മൾ പിണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അന്നേരം നമുക്കിത് നാര് കിട്ടും. അത് നമ്മൾ നാര് നന്നായിട്ട് തന്നെ നീക്കിക്കളയണം. അതുകൊണ്ട് പെട്ടെന്ന് ഇത് കറുത്തു പോകും നമ്മൾ മുറിച്ച് വെച്ചാൽ. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിണ്ടി ചെറുതായി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അരിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു കളർ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ നുറുക്കിയെടുത്ത കപ്പ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം നമ്മൾ കഴുകി കളയണം. കാരണം അതിന് കപ്പയ്ക്കുള്ള കട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കപ്പ അധികമായിട്ട് വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുള്ളൂ. ആ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതൊന്ന് കപ്പയൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത വാഴപ്പിണ്ടി നന്നായിട്ട് ഒന്നും കൂടി കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു ചെറിയ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ കപ്പയും പിണ്ടിയും വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് അരപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 8 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഇല്ലെങ്കിൽ നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് നന്നായിട്ട് അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മുടെ കപ്പയും പിണ്ടിയും വെന്തിട്ടുണ്ട്. സ്വല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പിച്ചിരി കുറവായതിനാൽ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയും പിണ്ടിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് കണ്ടാൽ അറിയാം, നമ്മൾ ജസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടില്ല. അരപ്പ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അരപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത പുഴുക്ക് നമ്മളൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുന്നുണ്ട്. 2 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. ഒരു ഉള്ളി എടുക്കുന്നുണ്ട്. 2 കറിവേപ്പിലത്തണ്ട് എടുക്കുന്നുണ്ട്. കുറച്ച് കടുക് എടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് താളിച്ചെടുക്കുക. നമ്മൾ വറുത്തിടുമ്പോൾ കറക്റ്റായിട്ട് മൊരിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടുതൽ മൊരിഞ്ഞു പോയാലും കൊള്ളത്തില്ല. അതുപോലെ തന്നെ മുരിവ് കുറവാണേലും നമ്മുടെ രുചി കുറയ്ക്കും. കടുക് പൊട്ടിത്തുടങ്ങുന്ന സമയമാണ് കറക്റ്റ് സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിത് പുഴുക്ക് നമ്മുടെ വറവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വാഴപ്പിണ്ടി കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ ഇന്ന് എടുത്തിരിക്കുന്നത് വളരെയധികം ശാസ്ത്രീയതയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ആഹാര പദാർത്ഥമാണ് കപ്പ. പക്ഷെ അതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80ഓളം വരും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കപ്പ റെസ്ട്രിക്റ്റഡ് ഐറ്റമാണ്. നമ്മുടെ വാഴപ്പിണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 35 ഉള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസിനും വളരെ വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളത്. കപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. കപ്പയുടെ ഷുഗറിന് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി സമം എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര കപ്പ എടുത്തോ അത്രയും തന്നെയാണ് വാഴപ്പിണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള വാഴപ്പിണ്ടി ചേർക്കുന്നതോടുകൂടി നമ്മുടെ ഈ പ്രിപ്പറേഷന്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ
രക്തത്തിലേക്ക് പെട്ടെന്ന് വരുന്ന പഞ്ചസാരയുടെ അളവ് അല്ലെ സ്റ്റാർച്ചിന്റെ അളവ് 57% നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. കപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്നതുകൊണ്ട് IBS പോലെയുള്ള വയറിന്റെ അസുഖമുള്ളവർക്ക് വളരെ നല്ലൊരു ആഹാരമായിരിക്കും കപ്പ. കപ്പ വെന്ത് കഴിയുമ്പോൾ കിട്ടുന്ന നോൺ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. അത് നമുക്കൊരു പ്രോബയോട്ടിക് പോലെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ല ആരോഗ്യം തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പോഷകങ്ങൾ കുറഞ്ഞൊരു ആഹാര പദാർത്ഥമാണ്. പിണ്ടിയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ് എന്ന് തന്നെ പറയേണ്ടി വരും. വാഴപ്പിണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിറയെ ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ അഴുക്ക് ഡിറ്റോക്സിഫിക്കേഷൻ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. പൊട്ടാസ്യം വളരെ കൂടുതൽ അളവിലുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻ B6 പെറിഡോക്സിൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വിറ്റമിൻ C ഉണ്ട്. അതുപോലെ എങ്ങനെ നോക്കിയാലും വളരെ പോഷകങ്ങൾ നിറഞ്ഞൊരു ആഹാരവസ്തു തന്നെയാണ് നമ്മുടെ വാഴപ്പിണ്ടി. ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ രണ്ടിന്റെയും പോഷക ഗുണങ്ങൾ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉള്ള ഫുഡ് എടുക്കുമ്പോൾ പ്രോട്ടീനും കൂടെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലുള്ള പുഴുക്കെടുക്കുമ്പോൾ മത്തി, അയല പോലുള്ള കറികളും കൂടെ മീൻ കറികളും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ പോഷകങ്ങൾ കറക്റ്റ് ബാലൻസിലായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഈ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാവുന്ന ഒരു പുഴുക്ക് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.